ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് മലേഷ്യയിലെ 4th ഡേ ആണ്. ഇന്ന് നൈറ്റ് നമ്മൾ തിരിച്ച് കൊച്ചിയിലേക്ക് വരാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, 4 ദിവസം പോയതറിഞ്ഞില്ല. ആദ്യത്തെ ഒരു ദിവസം മാത്രം ഭയങ്കരമായിട്ട് വീടൊക്കെ മിസ് ചെയ്യണ പോലെയൊക്കെ തോന്നി രാത്രി ആയപ്പോൾ കേട്ടോ. പിന്നെ കുഴപ്പമില്ല, മലേഷ്യയിൽ ഭയങ്കരമായിട്ട് നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. വിഷമമുണ്ട് പോണേന്, ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ നമ്മൾ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാട്ടോ. കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് ബിസ്ക്കറ്റ് അങ്ങനത്തെ സ്നാക്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 days പോയതും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം രാവിലെ എഴുന്നേറ്റ് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, റെഡി ആവുന്നു, അങ്ങനെ പുറത്ത് പോകുന്നു. പിന്നെ റൂമിൽ ഉറങ്ങാനുള്ള ടൈം ആകുമ്പോൾ മാത്രമാണ് വരുന്നത്. പക്ഷേ എന്താ പറയുക, മാക്സിമം നമ്മൾ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ മാക്സിമം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ട്രിപ്പാണ് കേട്ടോ. മലേഷ്യക്കൊക്കെ വരികയാണെങ്കിൽ ശരിക്കും നമുക്ക് ഒറ്റയ്ക്ക് വരാവുന്ന ഒരു കൺട്രിയാണ്. പിന്നെ എന്താ പറയുക, രാത്രിയാണെങ്കിലും ഭയങ്കര സേഫാണ്, പുറത്തൊക്കെ ഇറങ്ങി നടക്കാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെടുത്ത ഹോട്ടലുണ്ടല്ലോ, അവിടെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ, ലുലു, ഷോപ്പിംഗ് മോള് എല്ലാം ഏകദേശം നടക്കാവുന്ന ഒരു ദൂരത്ത് തന്നെയാണുള്ളത്. അപ്പോൾ പിന്നെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മലേഷ്യക്ക് ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാക്കേജൊന്നും എടുത്ത് വരേണ്ട ആവശ്യമില്ല, നമുക്ക് വരാവുന്ന അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ തായ്ലൻഡ് പോലെയല്ല കേട്ടോ, ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് സ്ഥലം മാത്രമേ കാണാനുള്ളൂ. പക്ഷേ ഉള്ള സ്ഥലങ്ങളൊക്കെ നല്ല നീറ്റ് ക്ലീൻ ആയിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. হাত লাগো কিছু লাগবে। বাহ, ഇറങ്ങുമ്പോൾ ഇതല്ലേ 2 minutes. Train á. Kuliah. Sila beri tempat duduk anda kepada wanita mengandung, warga emas dan orang kurang upaya. Terima kasih. Please offer your seat to Natua. station berikutnya. Masih jalan. Station utara. Sekolah di rumah. Sekolah di rumah.
step deh ya, step. 1, 2, 3, 4, 5, 6, 7. Lekat. Apa masuk ke rumah tuh? Nilai skor അല്ല ഇത്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് മെർഡേക്ക സ്ക്വയർ ട്ടാ. ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇല്ലേ? Cabutan yang keempat kita sebut nombor ke sebut nombor 253 916 akan membawa balik yang bernama Muhammad Syahli Zaidi bin Muhammad Zulkifli. Yang mana kena cabutan bertuah tu jangan balik boleh jumpa kita punya urus setia kat belah kiri tadi. Diorang cakap kena jumpa urus setia dulu. Okey, terima kasih. Jalan lagi skor ya. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷം നടന്ന് ഇനി പോകുന്നത് സെൻട്രൽ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് നടക്കാവുന്ന ദൂരേ ഉള്ളൂ. അങ്ങനെ സെൻട്രൽ മാർക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, നല്ലൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്. അവിടെ നിന്ന് മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു പൊട്ടാറ്റോയുടെ ഒരു മസാല ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു തന്തൂരി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. മട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഡറായിട്ടുള്ളൊരു മട്ടനാണ്, ഭയങ്കര ടേസ്റ്റുള്ള മസാലയുള്ള ബിരിയാണിയായിരുന്നു. സാധാരണ ഞാൻ വലിയ റൈസുള്ള ബിരിയാണി അങ്ങനെ കഴിക്കാറില്ല, പക്ഷേ ഇവിടുത്തെ ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഖാഞ്ചി റെസ്റ്റോറൻറ്റ് എന്നാണ് കേട്ടോ. ആരെങ്കിലും മലേഷ്യയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ കുനാഫ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടപ്പോഴത്തേക്കും ഒരു പീസ് കുനാഫ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ഇത് ആദ്യം വാങ്ങിച്ച് കഴിക്കാമെന്ന് തോന്നിപ്പോയിട്ടാ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എടുക്കണേ, എന്നാലാണ് ആ ക്രീമി വരുള്ളൂ. ഒരു മിനിറ്റ് എടുത്തു. നമ്മളത് കഴിഞ്ഞ് ചെറിയൊരു ഷോപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കയറിയ സമയത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ജസ്റ്റ് ചാറുന്നുണ്ട് കേട്ടോ. Zayan.
മഴ കാരണം നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോയി ബാഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ക്യാബ് വന്നപ്പോൾ ക്യാബിൽ കയറിയിട്ട് നമ്മൾ ബാഗ് എടുത്തിട്ട് ഇനി നേരെ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. വീഡിയോ എയർപോർട്ടിലേക്ക് ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തി നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഒന്നും മഴ പെയ്തിട്ടേ ഇല്ല. പപ്പാക്ക് കയറുന്നുണ്ട്. ഇപ്പൊ ആഗ്രഹം തീർന്നു. ഇവിടെ പറഞ്ഞ ട്രെയിനിൽ കയറിയില്ല. സീറ്റ് ഇവിടെ ഞങ്ങൾക്കറിയില്ലായിരുന്നു നമ്മൾ വന്ന ടെർമിനൽ 1 ആണ് കേട്ടോ. ഇപ്പോൾ എയർ ഏഷ്യയുടെ ടെർമിനൽ 2 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ടെർമിനൽ 2ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിനിന് പോകണം. അങ്ങനെ എയർപോർട്ടിലെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ചെക്കിൻ എല്ലാം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. കാഞ്ചാത്ത സു അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആയിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന പ്ലെയിനിലെ പൈലറ്റും കോ പൈലറ്റുമാണ് നിൽക്കുന്നത് കേട്ടോ. എനിക്ക് ശരിക്കും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പോകുന്ന പ്ലെയിനിലെ പൈലറ്റിനെയും കോ പൈലറ്റിനെയൊക്കെ കാണാൻ പറ്റിയിട്ട് നമ്മൾ പിന്നെ കയറുന്നത്. സുണ്ടു ഡൗണക്കോ ഡൗണക്കോ സുണ്ടു സുണ്ടു. ഗുഡ് മോർണിംഗ്. ചടി ചടി. അങ്ങനെ സയാനാണ് കേട്ടോ ഫസ്റ്റ് പേഴ്സൺ ഇപ്പോൾ പ്ലെയിനിൽ കയറുന്നതിൽ. അപ്പോൾ അവർ ഞങ്ങളെ ആദ്യം കയറ്റി. ഓക്കെ ഹായ് ബോൾ ഹായ് ബോൾ ചെയ്യുന്നത്. ഹലോ ബോയ് വെൽക്കം. चले चले इधर 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 हाँ strictly prohibited. Thank you. ये कृपया सीट बेल्ट खोल कर बैठे रहें. Electric And 15 minutes for your safety, put your seat upright. Ensure that your seat belt is securely fastened to your seat and when your window seat. 2 flight mode. Smoking and vaping are strictly prohibited.
We will now demonstrate to you the safety features of this aircraft. As your safety is our concern. To unfasten, lift the metal flap. Whenever the seat is the mask over your nose and mouth with the headband tightly around your head and breathe normally. Place your own mask first on these exits in the safety card. As this is a non-smoking flight, please सुरक्षा उपाय के रूप में कैबिन की लाइटें बंद कर दी जाएंगी। यदि आप पढ़ना चाहते हैं तो कृपया अपनी रीडिंग लाइट्स ऑन कर लें। धन्यवाद। Heavy crew is seated for takeoff. Bye, Malaysia. Do be careful when opening your vehicle compartment and please ensure you have all your personal belongings with you before leaving the aircraft. Was a pleasure having you on board and look forward to serving you again soon. On behalf of AirAsia, Captain Brian, First Officer Amir and the rest of the crew, I'd like to say thank you for choosing us your destination and have a pleasant morning. And please be informed that the removal of life vests from this aircraft is a very serious offense subject to a fine or imprisonment. Thank you. അങ്ങനെ നമ്മൾ സേഫായിട്ട് കൊച്ചിയിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.